മധുവി ജില്ല പേര് ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഒരു റെസ്പോൺസും ഇല്ലല്ലോ. അതൊരു ഒരു മിനിറ്റ് മ്യൂട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാഞ്ഞത്. ഓക്കെ. ഞാനൊരു മധ്യാസക്തൻ, പേര് ഹരിഹര ലക്ഷ്മണൻ. ഓക്കെ. ഓക്കെ, അന്ന് 54-ാമത്തെ പേജായിരുന്നു വായിച്ചത്. But in the cemetery south of East Dorset is a marker for Waldo Burrows, Bill's great uncle, killed in 1864, Battle of Wilderness, and the Gettysburg battlefield, which Bill had visited with his grandfather, also had a cemetery. Neurotic that I was ambivalent, he said. The great upwellings of patriotism would overtake me one day. And the next day, I would just be funked and scared to death. And I think that the thing that scared me most was that I might never live my life out with Louis, with whom I was in love. ബില്ലിന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയാണ്. അദ്ദേഹം 1864 ബാറ്റിൽ ഓഫ് വിൽഡർനെസ്, ഒരു യുദ്ധത്തിന്റെ, അദ്ദേഹത്തിന്റെ അമ്മാവൻ കൊല ചെയ്യപ്പെട്ട ഒരു യുദ്ധത്തിന്റെ കാര്യത്തില്, ആൻഡ് ഗെറ്റിസ്ബർഗ് battlefield, which Bill had visited with his grandfather. ബില്ലിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദറോട് വിസിറ്റ് ചെയ്ത ഒരു യുദ്ധക്കളം, അതിലത്തെ ശ്മശാനം. ന്യൂറോട്ടിക് ദാറ്റ് ഐ വാസ് ആംബിവാലന്റ് വെച്ചാൽ ഒരു സംശയം പോലുള്ളൊരു ഇതാണ്. The great upwellings of patriotism would overtake me one day. അതായത് ദേശസ്നേഹം കൊണ്ട് വല്ലാതെ ഉയർന്ന നിലയിലെത്തും. പക്ഷെ അടുത്ത ദിവസം ഐ വുഡ് ബി ജസ്റ്റ് ഫങ്ക്ഡ് ആൻഡ് സ്കെയർഡ്. അടുത്ത ദിവസം വല്ലാത്ത പേടിയുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തും എന്നാണ് പറയുന്നത്. And I think that the thing that scared me most was that I might never live my life with Louis. അതായത് ബില്ലിന്റെ ഭാര്യയുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ലൂയിസുമായിട്ട് അദ്ദേഹം പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ്. The tradition of military service, however, was deeply embedded in Bill. When America entered World War I in 1917, he was called up by the military and never graduated from Norwich. ബില്ല് ഒരു മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന കാര്യത്തെ കുറിച്ച് പറയാണ്. വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധത്തിൽ അദ്ദേഹത്തെ മിലിറ്ററിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. When he was called, he chose to serve in coast artillery. The decision later cost him guilt because he was considered one of the safer branches of the military service. അദ്ദേഹം അവിടെയാണ് കോസ്റ്റ് ആർട്ടിലറിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ആ തീരുമാനം അദ്ദേഹത്തിന് ഒരു കുറ്റബോധം തോന്നി. എന്ന് വെച്ചാൽ അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണെന്നുള്ളത് കൊണ്ട്. From Norwich, Bill was sent to the new officers training camp at Plattsburgh, ന്യൂയോർക്കിലേക്ക് അയക്കപ്പെട്ടു അദ്ദേഹത്തെ വേറൊരു ട്രെയിനിങ്ങിനായിട്ട്, ഓഫീസേഴ്സ് ട്രെയിനിങ്ങിനായിട്ട്. Now, here he discovered that the Norwich cadets military training had given him a head start on the others in camp, and he moved rapidly through the training. അദ്ദേഹം ട്രെയിനിങ് കൂടെ കടന്നുപോയി. His flair for leadership brought him further recognition. ബില്ലിന്റെ ആ ഒരു
ലീഡർഷിപ്പിന്റെ ഒരു അദ്ദേഹത്തിനുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രശംസ ഉണ്ടായി. ആൻഡ് ആഫ്റ്റർ അഡീഷണൽ ട്രെയിനിങ് അറ്റ് ഫോർട്ട് മോൺറോ, കൂടാതെ വേറൊരു സ്ഥലത്തും ട്രെയിനിങ് ഉണ്ടായി, ഫോർട്ട് മോൺറോ, വിർജീനിയ. ഹി വാസ് കമ്മീഷൻഡ് എ സെക്കൻഡ് ലിറ്റ്യൂനന്റ്. അങ്ങനെയുള്ള ഒരു സെക്കൻഡ് ലിറ്റ്യൂനന്റ് ആയിട്ട് അദ്ദേഹത്തിന് സ്ഥാനം കിട്ടി. ഇറ്റ് വാസ് എ ഹെഡി എക്സ്പീരിയൻസ് ഫോർ എ 21-year-old who only a few years earlier had been in deepest depression. ഒരു 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾക്ക് അത് ഒരു ഹെഡി എക്സ്പീരിയൻസ്, കുറച്ച് പ്രയാസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എന്നായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അദ്ദേഹത്തിന് വളരെ മനപ്രയാസം, ഡിപ്രഷൻ, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം. Then he was sent to Fort Rodman, just outside New Bedford, Massachusetts. പിന്നെ മാസച്യൂട്ടസിലുള്ള ഒരു സ്ഥലത്തേക്ക്, ന്യൂ ബെഡ്ഫോർഡ് എന്നുള്ള സ്ഥലത്തേക്ക് ബില്ലിനെ അയക്കപ്പെട്ടു. Here was all the tradition of the old army, second regular officers and non-coms, along with the drafted men and volunteers, he remembered. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കാര്യത്തേക്ക് വിവരിക്കുകയാണ്. How I enjoyed that atmosphere, encouraged as I was by actually being put in command of soldiers. ഇദ്ദേഹത്തെ അവിടെയുള്ള സോൾജേഴ്സിനെ കമാൻഡ് ചെയ്യാനായിട്ട് ഒരാളായിട്ട് ഇദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു. ബട്ട് സ്റ്റിൽ they crept into me at times that nagging undertone of fear about going abroad. അന്യരാജ്യത്തിലേക്ക് പോകുന്ന പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ലൂയി, accompanied by Bill's grandmother and his sister Dorothy, had visited him at Plattsburgh. ലൂയി അപ്പോ ബില്ലിന്റെ മുത്തശ്ശിയും ബില്ലിന്റെ സഹോദരിയായ ഡോറോത്തിയുമായിട്ട് ബില്ലിനെ സന്ദർശിച്ചിരുന്നു പ്ലാറ്റ്സ്ബർഗ്, അതായത് ന്യൂയോർക്കിലുള്ള ഒരു സ്ഥലം. She and Bill had now been engaged for almost 2 years. ആ സമയത്ത് ലൂയി എൻഗേജ്ഡ് ആയിരുന്നു ബില്ലിനോട്, 2 കൊല്ലമായിരുന്നു. It was clear that they would marry. Louis' parents approved of Bill so completely that she was actually permitted to visit him unchaperoned. ലൂയിന്റെ പേരൻസിന് ബില്ലിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നതുകൊണ്ട് അവരെ സന്ദർശിക്കാനായിട്ടൊന്നും ഒരു പ്രശ്നമില്ലാതെ അവരെ അനുവദിച്ചിരുന്നു. Their understanding and their trust in Bill and me were very unusual during the conventional era, Louis wrote. ലൂയി എഴുതാണ്, അതായത് ബില്ലിന്റെയും ലൂയിന്റെയും പേരിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വിശ്വാസം, അത് വളരെ അപൂർവമായിരുന്നു. She was 25-year-old. Her comment clearly illustrates how young women of her day continued to answer to their parents even when they were no longer living at home. At this time, Louis had a teaching position in Short Hills, New Jersey, and was living with the aunt who operated the school where she taught. ലൂയിക്ക് ഒരു സ്കൂൾ ടീച്ചറായിട്ടുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണ് ആ സമയത്ത്. ഇങ്ങനെ ഒരു കമന്റ്, അതായത് അവരുടെ ഒരു വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു കമന്റ്, അത് നമുക്ക് കാണിച്ചു തരുന്നത് അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് അവരുടെ അച്ഛനമ്മമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. It was at Fort Rodman, New Bedford, that Bill's life took a new course. He learned about liquor. അവിടെയാണ് ബില്ലിന്റെ ജീവിതം മറിയാൻ തുടങ്ങിയത്. അവിടെയാണ് ബില്ല് ലിക്കർ, അതായത് മദ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത്. Until that time, he had never had a drink. അതുവരെ ബില്ല് കുടിച്ചിരുന്നില്ല. The Griffs did not drink, and there was a family
memory of what alcohol had done to some of the Wilsons. ബില്ലിന്റെ ബന്ധുക്കൾക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്, മദ്യം എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രിഫ്റ്റ്സ് കുടിച്ചിരുന്നില്ല. ബിൽ അവരുടെ ഫാമിലി കുടിച്ചിരുന്നില്ല. ബിൽ who thought it may have been one of the reasons for his parents' divorce was afraid of liquor. ബില്ലിന്റെ അച്ഛനമ്മമാരുടെ വേർപാട് പോലും മദ്യം കൊണ്ടാണോ എന്നുള്ള പേടി ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങേർക്കും ബില്ലിനും മദ്യത്തെ പേടിയായിരുന്നു. He was critical specifically of Norwich students who sneaked off to Montpellier to drink beer and consort with loose women. വളരെ വിമർശിക്കുന്ന ഒരാളായിരുന്നു. സ്പെസിഫിക് പ്രത്യേകിച്ചും ഈ അവിടെയുള്ള ഒരു സ്റ്റുഡൻസിന്റെ അവര് മദ്യപിച്ച് അവരുടേതായിട്ടുള്ള ഒരു സ്ത്രീകളുമായിട്ടുള്ള സഹവാസ ദോഷത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. ന്യൂ ബെഡ്ഫോർഡ് വാസ് ഡിഫറെന്റ്. Bill would later remember the charged atmosphere of the town in that wartime period. Moments sublime, the intervals hilarious. New Bedford എന്നുള്ള സ്ഥലം, അതായത് ബില്ലിപ്പോഴുള്ള സ്ഥലം, അത് വ്യത്യാസമായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ബില്ല് പിന്നീട് ഓർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടത്തുള്ള അറ്റ്മോസ്ഫിയർ, ആ യുദ്ധസമയത്തുള്ള അറ്റ്മോസ്ഫിയർ. മൊമെന്റ്സ് സബ്ലൈം, വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു മൊമെന്റ്സ്, തമാശകളോട് കൂടിയിട്ടുള്ള ഇന്റർവെൽസ് ഇതൊക്കെ ഓർക്കുകയാണ്. He also remembered the social circles that opened to young officers like him. അവിടെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ കുറിച്ച് ഓർക്കുകയാണ്. The society people in town began to invite the young officers to their homes, he recalled. ഈ അവിടെയുള്ള സമൂഹത്തിലുള്ള ആളുകളെ ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. One of the great fortunes and one of the leading families of New Bedford was the Grinnell family. അവിടുത്തെ ഉള്ള ഒരു ഫാമിലിയെ കുറിച്ച് പറയാണ്. ഗ്രിന്നൽ ഫാമിലി അവിടെ ആ സമൂഹത്തിൽ വലിയ ആൾക്കാരായിരുന്നു. They were very rich, വലിയ പണക്കാരായിരുന്നു and very much socialites. വളരെ സഹജമായിട്ട് ഇടപഴകുന്ന ആൾക്കാരായിരുന്നു. I remember so well Emmy and Catherine Grinnell. ഇവര് രണ്ടുപേരെ നന്നായി ഓർക്കുന്നു എന്നാ പറയുന്നത്. എമി ആൻഡ് കാത്തറിൻ ഗ്രിന്നൽ. Emmy's husband had gone off to the wars. Cathy had lost hers. എമ്മിയുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു. കാത്തറിൻ, അതായിരിക്കും കാറ്റി എന്ന് പറയുന്നത്, ഭർത്താവിനെ നഷ്ടപ്പെട്ടിരുന്നു. And the two of them used to entertain a group of us kids at their house. ഇവർക്കുള്ള ഒരു എന്റർടൈൻമെന്റ് കൊടുത്തിരുന്നു. This was the first time in my life that I had ever been out in a society. ഈ സമൂഹമായിട്ട് ഇടപഴകുന്ന ആദ്യത്തെ ഒരു അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത് ബില്ലിന്റെ. This was the first time in my life that I had ever seen a butler. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ ബട്ട്ലർ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. And a great rush of fear, ineptitude and self-consciousness swept over me. മാനസികാവസ്ഥയെ കുറിച്ച് പറയാണ്. പേടിയും, ഇനെപ്റ്റിറ്റ്യൂഡ്, സെൽഫ് കോൺഷ്യസ്നസ്. ഇനെപ്റ്റിറ്റ്യൂഡ് വെച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു, നോക്കട്ടെ,
ഇനപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു കഴിവില്ലായ്മ. അത് തന്നെയാണ്. പേടി എന്ന് പറയാം, കഴിവില്ലായ്മ എന്ന് പറയാം. This was the first time in my life that I had ever seen a butler, and a great rush of fear, ineptitude, and self-consciousness swept over me. അത് എന്നിലേക്ക് കടന്നു വന്നു. In conversation, I could hardly say 2 words. The dinner table was just a terrible trial. ഭക്ഷണം കഴിക്കുന്ന ടേബിൾ പോലും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. At the Grinnell's, Bill was offered a Bronx cocktail, usually concocted of gin, dry and sweet vermouth and orange juice. അവിടെയുള്ളൊരു ഇതിലായിരുന്നു ഒരു കോക്ടെയിൽ കൊടുത്തിരുന്നത്. ജിന്നും vermouth and orange juice ഇതെല്ലാം കൂടിയിട്ടുള്ളു. Despite all warnings, despite all his training, despite all his fears about drinking, he found himself accepting it. ഇത് നേരത്തെ പറഞ്ഞ പേടിയും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഡ്രിങ്കും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്, കഴിക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്തു. Well, my self-consciousness was such that I simply had to take that drink, he recalled. അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ബോധം, ആത്മബോധം അങ്ങനെയായിരുന്നു. എന്താ വെച്ചാൽ അതായിരുന്നു അറിഞ്ഞിരുന്നത്. ജസ്റ്റ് അത് വാങ്ങിയിട്ട് കുടിക്കാനായിട്ട് ആണ് തോന്നിയത്. So I took it and another one and then lo, the miracle. തുടർച്ചയായി കുടിക്കാൻ തുടങ്ങി. പിന്നെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. The strange barrier that had existed between me and all men and women seemed to instantly go down. മദ്യം കഴിച്ചിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ച് പറയാം. ഒരു ബാരിയർ, അതായത് ഇവർ തമ്മിലുള്ള ഒരു തടസ്സം പോലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നത് മാറിപ്പോയി എന്നാണ് പറയുന്നത്. ബില്ലിനും മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള ആ ഒരു ഇത് മാറിപ്പോയി. I felt that I belonged where I was. I belonged to life. I belonged to the universe. I was a part of things at last. അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടായി. ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ട്, ഞാൻ ഈ ലോകത്തിന്റെ ഒരാളാണ്, ഇവിടെയുള്ള ആളുകളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. I belonged to the universe. I was part of things at last. Oh, the magic of these first 3 or 4 drinks. I became the life of the party. മദ്യപിച്ചിട്ടുള്ള ഒരു ഉന്മാദം, അതിനെ കുറിച്ച് പറയാണ്. ഐ ബിലോങ് ടു ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിന് തന്നെ ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എല്ലാത്തിൻ്റെയും ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നി. ഓ, ദ മാജിക് ഓഫ് ദോസ് ഫസ്റ്റ് 3 or 4 ഡ്രിങ്ക്സ്. ഐ ബിക്കേം ദ ലൈഫ് ഓഫ് ദ പാർട്ടി. ആ ഒരു പാർട്ടിയുടെ തന്നെ ഒരു ജീവനായിട്ട് മാറി എന്ന് പറയുന്നത്. ഐ ആക്ച്വലി കുഡ് പ്ലീസ് ദ ഗസ്റ്റ്സ്. അവിടെയുള്ള അതിഥികളെയൊക്കെ വളരെ നല്ല രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഐ കുഡ് ടോക്ക് ഫ്രീലി, volubly. I could talk well. നല്ലോണം സംസാരിക്കാൻ എനിക്ക് സാധിച്ചു. വളരെ ഈസി, വളരെ നിഷ്പ്രയാസമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. I became suddenly very attracted to these people and fell into a whole series of dates. വളരെയധികം ആകർഷണം തോന്നി ആളുകളോട്. But I think even the first evening I got thoroughly drunk, and within the next time or two I passed out completely. But as everybody drank hard, nothing too much was made of that. മദ്യപാനം കൊണ്ട് ആദ്യത്തെ 1-2 മദ്യപാനത്തിൽ തന്നെ പുള്ളി നല്ല ഫിറ്റായി തന്നെ, thoroughly drunk, and within the next time or two I passed out completely. പാസ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം വല്ലാത്ത ഫിറ്റായി എന്ന് തന്നെയാണ് പറയുന്നത്. ഫിറ്റായി, നമ്മുടെ ബ്ലാക്ക് ഔട്ട് സ്റ്റേജ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഏതാണ്ടായി, പാസ്ഡ് ഔട്ട് കംപ്ലീറ്റ്ലി. ബട്ട് ആസ് എവറിബഡി ഡ്രാങ്ക് ഹാർഡ്, മറ്റുള്ളവരെല്ലാവരും നല്ലോണം കുടിച്ചിരുന്നു. നത്തിങ് ടു ഹാർഡ് വാസ് മെയ്ഡ് ഓഫ് ദാറ്റ്. അവർക്കൊന്നും പറ്റിയില്ല എന്നാണ് പറയുന്നത്. By his own account, Bill was an excessive drinker from the start. തുടക്കത്തിൽ തന്നെ ബില്ലൊരു അമിതമായിട്ടുള്ളൊരു മദ്യപാനി ആയിരുന്നു. He never went through any moderate stage or any period of social drinking. ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങോ അല്ലെങ്കിൽ ഒരു
അമിതമല്ലാത്ത രീതിയിലുള്ള ഒരു മദ്യപാനം ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ. ബിൽസ് ഇന്നർ വാർണിംഗ് സിസ്റ്റം must have told him his drinking was unusual because he kept the lid on when Louis came to visit him and was invited to meet his friends. അപ്പൊ ബില്ലിന്റെ ഉള്ളില് വാർണിംഗ് സിസ്റ്റം told him his drinking was unusual. ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കുടിയാണ് അദ്ദേഹത്തിൻ്റെതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. Because he kept the lid on. He kept the lid on എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ് ഒന്ന് നോക്കാം. He kept the lid on. To keep the lid on എന്ന് പറഞ്ഞാൽ to keep an emotion or process from going out of control. മാനസിക വിഭ്രാന്തി ഒന്നും കാണിക്കാതെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൺട്രോൾ വിടാതെ ഉള്ള ഒരു അവസ്ഥയാണ് to keep the lid on. And Louis came to visit him. ലൂയിസ് കാണാൻ വന്നപ്പോ അതായിരുന്നു. And was invited to meet his friends. ആ സമയത്ത് ലൂയിനെ വിളിച്ച് കൂട്ടുകാരെ കാണാൻ വന്ന സമയത്ത്. But he did not stop altogether. Without liquor, Bill again felt inferior. അപ്പൊ അതുകൊണ്ട് മൂപ്പര് മദ്യപാനത്തിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായൊന്നുമില്ല. മദ്യമില്ലാതെ അദ്ദേഹം എന്തോ ഒരു പോരാത്തവനാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. It was now early 1918. The United States was fully at war and Bill could be shipped out at any time. 1918 അമേരിക്കയില് യുദ്ധം പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിൽ കുഡ് ബി ഷിപ്ഡ് ഔട്ട് എനി ടൈം. ബില്ലിനെ എവിടേക്ക് വേണമെങ്കിലും അയക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു. He and Louis had set their wedding day for February 1st. ഫെബ്രുവരി 1 വിവാഹം ചെയ്യാം എന്നുള്ള ഒരു ദിവസം കണ്ടുവച്ചിരുന്നു. There was a rumor that Bill was to be sent overseas soon. ബില്ലിനെ പുറം രാജ്യത്തിലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഒരു വിഷയം സംസാരിച്ചിരുന്നു. So they decided to push the wedding date up to January 24th and change the invitations to announcements. അപ്പൊ ജാനുവരി 24 നേരത്തെ തന്നെ ആക്കി മാറ്റി. They chose to go ahead with the big church wedding they had planned and everyone pitched in to help. പള്ളിയിൽ വെച്ചിട്ടുള്ള വിവാഹം ആയിരുന്നു പ്ലാൻ ചെയ്തത്. എല്ലാവരും അവരെ സഹായിച്ചു. It was all done in such a rush that the best man, Louis' brother Rogers, arrived from the Camp Devens too late to change his heavy-duty boots and had to stomp down the aisle. അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച് പറയണം, അതായത് ലൂയിന്റെ ബ്രദറിനെ കുറിച്ച്. In Brooklyn, for the wedding, Bill was again conscious of those horribly familiar feelings of inferiority. ഈ സമയത്തും അദ്ദേഹത്തിന്റെ ഈ ഇൻഫീരിയോറിറ്റി, ആത്മവിശ്വാസമില്ലായ്മ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. He even imagined that some of the Louis family and friends were asking, where did Louis get that one? എവിടുന്ന് കിട്ടിയാണാവോ ഈ ആളെ എന്നുള്ള രീതിയിൽ ലൂയിയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. In contradiction, he also remembered that they went out of their way to make him feel comfortable. എന്നിരുന്നാലും വളരെ നല്ല കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതും ഓർക്കുന്നുണ്ട്.
Louis, on her part, was clearly delighted with her new husband. ഭാര്യ ലൂയിക്ക് വളരെ സന്തോഷമായിരുന്നു, ആ ഭർത്താവായിട്ട്, പുതിയ ഭർത്താവായിട്ട് വളരെ സന്തോഷമായിരുന്നു. And with the great welcome that waited for the couple at the furnished apartment Bill had rented for them in New Bedford. വീട്ടിലേക്ക്, അവർ വാടകയ്ക്ക് എടുത്തിരുന്ന വീട്ടിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. Flowers and plants were everywhere, and people dropped in continuously to congratulate. ആളുകൾ പലവരും ആശംസകൾ അർപ്പിക്കാനായിട്ട് വന്നിരുന്നു. ലൂയി ഓർമ്മ വെച്ച് പറയുന്നുണ്ട്, ബിൽ വാസ് വെരി പോപ്പുലർ ഓൺ ദ പോസ്റ്റ്. ബില്ലിന്റെ വളരെയധികം സുപരിചിതനായിരുന്നു. One aspect of his new social life had been unknown to Louis, but she discovered it while they were in New Bedford. ഇദ്ദേഹത്തിന്റെ സമൂഹ ജീവിതത്തെക്കുറിച്ച് ബില്ലിന്റെ സമൂഹ ജീവിതത്തെക്കുറിച്ച് ലൂയിന് അറിഞ്ഞിരുന്നെങ്കിലും പിന്നീട് മനസ്സിലായി, ഈ ന്യൂ ബെഡ്ഫോർഡ് എന്നുള്ള സ്ഥലത്ത് വന്നപ്പോൾ മനസ്സിലായി. Bill remembered that during this period he must have passed out at about every third day. എല്ലാ മൂന്നാമത്തെ ദിവസവും മദ്യപിച്ച് മതോന്മത്തനായിരുന്ന കാര്യം ബില്ലിന് ഓർമ്മ വന്നു. At a party one evening, Louis was shocked to hear Bill's army buddies tell how they had dragged him home. അപ്പോ ഒരു പാർട്ടി, ഒരു വൈകുന്നേരത്ത് ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൂയി ഞെട്ടിപ്പോയി. എന്താ വെച്ചാല് ബില്ലിനെ അവരുടെ ആർമി ആൾക്കാരെല്ലാരും കൂടിയിട്ട് വലിച്ചു കൊണ്ടുവരേണ്ടി വന്നു, വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ടി, മദ്യപിച്ചു വളരെ മതോന്മത്തനായി എന്നിട്ട് ബെഡിൽ കിടത്തേണ്ടി വന്ന ഒരു അവസ്ഥയെ കുറിച്ച് അവർക്ക് കേട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാ പറയുന്നത്. Put him to bed. Still, she was not terribly perturbed about it. എന്നിരുന്നാലും അവർക്ക് അത്ര ഒരു വല്ലാത്തൊരു മനോവിഷമം ഉണ്ടാക്കിയെങ്കിലും അത്ര ഒരു വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഫിഡന്റ് എന്തോ അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതിയിട്ടുള്ളത്. Confident that she could persuade him to return to his former abstinence. പറഞ്ഞ് മദ്യപാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ശരിയാക്കാം എന്നുള്ളൊരു ഒരു ഉറപ്പോട് കൂടിയിട്ടായിരുന്നു അവര് ഉണ്ടായിരുന്നത്. ലിവിങ് വിത്ത് മീ വുഡ് ബി സച്ച് ആൻ ഇൻസ്പിറേഷൻ. I was sure he would not need alcohol. അത്രയ്ക്കും എന്നോട് താല്പര്യവും എന്നോട് ഇഷ്ടവും ഉള്ളത് കൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്നത് അത്രയും വലിയൊരു ഉത്തേജനം ഉണ്ടാകും, അതുകൊണ്ട് അദ്ദേഹത്തിന് മദ്യം വേണ്ടി വരില്ല എന്ന് ലൂയി വിചാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. In his recollections of that period, Bill referred frequently to his fear of going to war, but his shame about that fear. ഒരു വല്ലാത്ത പേടി ഉണ്ടായ കാര്യത്തെ കുറിച്ച് ബില്ല് ഓർക്കുകയാണ്. യുദ്ധത്തിന് പോകേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പേടിയോടുകൂടി ഓർക്കുകയാണ്. He even felt that he was letting his Vermont ancestors down. None of those who come across the mountains with rifles and axes would have acted like that. ഇത് അദ്ദേഹത്തിന്റെ പൂർവികന്മാരെയൊക്കെ he was letting his Vermont പൂർവികന്മാരെയൊക്കെ നിരസിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. One of those who came across the mountains with rifles and axes would have acted like that. ഈ പേടിയുടെ കാര്യമാണ് പറയുന്നത്. ഈ പേടിയുടെ കാര്യം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. He was sent to Fort Adams near Newport, Rhode Island, to await orders. Finally, the dreaded day arrived. അപ്പൊ ഫോർട്ട് ആഡംസ് ന്യൂപോർട്ട് റോഡ് ഐലൻഡിലേക്ക് അയക്കാനായിട്ട് അയച്ചിരുന്നു. അവിടെ എത്തിയിട്ട് ഓർഡേഴ്സ് വെയിറ്റ് ചെയ്യാനായിട്ട്. ഫൈനലി ദ ഡ്രെഡഡ് ഡേ അറൈവ്. ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ദിവസം എത്തി. എന്താണ്? On an August night, just a few hours before he was put to ship out of England, he and Louis climbed one of the beautiful Newport cliffs that overlooked the sea. ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലൂയിസും ബില്ലും കൂടിയിട്ട് ഒരു മലയുടെ മേലെ കയറി. അത് കടൽ തീരത്തായിരുന്നു.
their mutual gloom and depression of a sudden lifted and was replaced by a feeling of patriotism and duty. ദേശസ്നേഹം കാര്യത്തിലുള്ളൊരു ആയിട്ട് അവർക്ക് മാനസികമായിട്ട് തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഗ്ലൂം ആൻഡ് ഡിപ്രഷൻ ഓഫ് എ സഡൻ ലിഫ്റ്റഡ് ആൻഡ് വാസ് റീപ്ലേസ്ഡ് ബൈ പാട്രിയോട്ടിസം ആൻഡ് ഡ്യൂട്ടി. ഉത്തരവാദിത്വ ബോധം എല്ലാം അവിടെ ഉണ്ടായി അവർക്ക്. അതാ പറയുന്നത്. She and I gazed over the ocean, wondering. The sun was just setting, and we talked about the future with joy and optimism. അങ്ങനെ കടൽ തീരത്ത് സൂര്യനെ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ ഭാവിയെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി സംസാരിച്ചു. There I felt the first glimmerings of what I later understand as a spiritual experience. I shall never forget it. There I felt the first glimmerings. അതായത് ഒരു ചെറുതായിട്ടുള്ള ഒരു കാഴ്ച of what I was to later understand as spiritual experience. ആ ഒരു ചെറിയ കാഴ്ചകൾ ആയിരുന്നു ഒരു ആത്മീയ അനുഭവം എന്ന് പിന്നീട് മനസ്സിലാക്കിയ കാര്യത്തെക്കുറിച്ച് ബില്ല് പറയുന്നു. അതും എനിക്ക് മറക്കാനേ പറ്റില്ല എന്നും പറയുന്നുണ്ട്. I shall never forget it. Aboard the British ship Lancashire in North Atlantic, two significant things happened to Bill. കപ്പലിൽ കയറിയിരിക്കുമ്പോ, ലാങ്കഷെയർ എന്ന് പറഞ്ഞ കപ്പലിൽ കയറിയിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ബില്ലിന് സംഭവിച്ചു. The first was that he met a ship's officer who shared his brandy with Bill. ആദ്യം സംഭവിച്ചത് ഓഫീസറെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ ബ്രാൻഡി ബില്ലുമായിട്ട് ഷെയർ ചെയ്തു. The second was that in a brief encounter with danger, Bill discovered to his great relief that he was a man of courage after all. പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ചാല് in a brief encounter with danger, എന്തോ ഒരു അപകടവുമായിട്ട് മുഖാമുഖം മുട്ടിയപ്പോ ബില്ല് തിരിച്ചറിഞ്ഞു. To his great relief, അദ്ദേഹത്തിന് വളരെ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. That he was a man of courage after all. അദ്ദേഹം ഒരു ധൈര്യമുള്ള ആൾ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി. The prospect of this test, which he knew he must sooner or later face, he made him apprehensive, pessimistic, and occasionally sick with self-doubt. The prospect of this test, which he knew he must sooner or later. അപ്പൊ ഇതിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്താണ്? അടുത്ത കാലത്ത് തന്നെ he made him apprehensive, വളരെ സംശയമുള്ള ഒരാളായി, പെസിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരാളായി മാറി, ആൻഡ് ഒക്കേഷണലി സിക്ക്, ഇടയ്ക്കിടയ്ക്ക് അസുഖം ഉള്ള ആളായി മാറി. പിന്നെ സംശയങ്ങൾ ഒരുപാട് വളർന്നു. Lancashire was a troop transport. Her decks were packed solid with bunks, and in the middle of the night, sleeping men. കപ്പലിന്റെ കാര്യം പറയാം. അതൊരു ട്രൂപ്പ് ട്രാൻസ്പോർട്ട് ആയിരുന്നു. അതില് സാധനങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോളിഡ് വിത്ത് ബങ്ക്സ് ആൻഡ് മിഡിൽ ഓഫ് നൈറ്റ് ഉറങ്ങുന്ന ആളുകളും. Officers were stationed at every hatch, on every deck. ഓരോ സ്ഥലത്തും ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. Bill was on night watch below decks. കപ്പലിന്റെ അടിയിൽ ചൂടേ ഭാഗത്ത് രാത്രി കാവലായിട്ടായിരുന്നു ബില്ലിന്റെ ഡ്യൂട്ടി. Practically on the keel, where the men would be the last to be rescued in an emergency. ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വരികയാണെങ്കിൽ അവിടെയായിരുന്നു അവസാനം ആളുകളെ രക്ഷപ്പെടുത്തുന്ന സ്ഥലമായിരുന്നു അത്. The Lancashire was not far from British coast. ഈ കപ്പല് ബ്രിട്ടീഷ് കോസ്റ്റ് എത്താറായിരുന്നു. Bill was trying to stay awake. Suddenly, there was a huge thud against the hull of the ship.
the men were instantly awake, and in the same instant headed a panic for the ladder at the base of which Bill was stationed. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടായി. പെട്ടെന്നൊരു വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ടായി. അപ്പൊ ഈ ആളുകള് അപ്പൊ തന്നെ ഉണർന്നു. എല്ലാവരും ആകെ കുറച്ച് ബേജാറായി. ഈ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കോണി അതിനെ നോക്കാൻ തുടങ്ങി. അവിടെയായിരുന്നു ബില്ല് ഉണ്ടായിരുന്നത്. He pulled out his gun. He had orders to shoot any who tried to climb out without permission. അപ്പൊ അദ്ദേഹത്തിന്റെ തോക്കെടുത്തു. അദ്ദേഹത്തിന് പെർമിഷൻ ഉണ്ടായിരുന്നു, വേണ്ടിയിരുന്നാൽ അവരെ ഷൂട്ട് ചെയ്യാം എന്നുള്ള ഒരു പെർമിഷൻ ഉണ്ട്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ ഗൺ ഹി യൂസ്ഡ് ഹിസ് വോയിസ്. പക്ഷെ ഗൺ യൂസ് ചെയ്യാതെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ഹി ഫൗണ്ട് ദാറ്റ് he was able to calm the men. അവിടെ ആകെ ഒരു ബഹളം ഉണ്ടാക്കിയ ആളുകളെയൊക്കെ സമാധാനത്തിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. To reassure them and to prevent panic without his having any information about what had actually happened. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അവരെയൊക്കെ സമാധാനപ്പെടുത്താൻ വാക്കുകളാൽ സാധിച്ചു എന്നാണ് പറയുന്നത്. In turn, he was reassured as they were, because the incident gave proof of the courage that he had so sorely doubted. അപ്പൊ അതുണ്ടായതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. ആ സംഭവത്തിൽ നിന്ന് ആ ധൈര്യത്തെക്കുറിച്ച് മനസ്സിലായി. There had been no real danger. ഒരു അപകടമൊന്നും അല്ല അവിടെ ഉണ്ടായത്. An American depth charge, a so-called ashcan intended for an enemy ship, had exploded so close to the Lancashire that it had made a shattering noise. വേറൊരു കപ്പല് ഇതിന്റെ അടുത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയുണ്ടായി. അതാണ് ഈ ശബ്ദം ഉണ്ടായത്. അത് ഈ കപ്പലിന്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ നോയ്സ് കേട്ടത്, ആ ശബ്ദം കേട്ടതെന്നാണ് അവിടെ പറയുന്നത്. Against the ship's hull, the Lancashire reached England safely. അതിനുശേഷം ഈ കപ്പല് ലാങ്കഷയർ ഇംഗ്ലണ്ടിൽ എത്തിപ്പെട്ടു. It was shortly after landing there that Bill had another soul-shaking experience. അവിടെ എത്തിയ പാടെ തന്നെ ബില്ലിന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഇളക്കുന്ന രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി. As the experience aboard ship had, it revealed an inner resource that he had never recognized before. ഒരു വല്ലാത്തൊരു ആത്മാനുഭവം ഉണ്ടായി അദ്ദേഹത്തിന്. ഒരു അകത്തുള്ള ഒരു സ്രോതസ്, അത് ഇതേവരെയും അങ്ങനെയുള്ള അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു. An epidemic kept Bill and his regiment detained at a camp near Winchester. Depressed, lonely, and apprehensive about way lay ahead, Bill went to visit Winchester Cathedral. അദ്ദേഹം വിൻചെസ്റ്റർ കാത്തഡ്രലിനെ സന്ദർശിക്കാൻ പോയി. വളരെ മനപ്രയാസത്തോടുകൂടും ഒറ്റപ്പെട്ടവനും കാര്യങ്ങൾ നേരാവുകയില്ല എന്നുള്ള രീതിയിലൊരു ചിന്തയോടുകൂടെയായിരുന്നു. Inside the great cathedral, the atmosphere imposed itself so deeply upon him that he was taken by a sort of ecstasy, moved and stirred by a tremendous sense of presence. അവിടെ പോയപ്പോൾ സംഗതികൾ മാറി. അതാണ്, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിനകത്ത് വളരെ ആകർഷിക്കപ്പെട്ടു. ഒരു വല്ലാത്തൊരു അവിടെയുള്ള ഒരു ട്രമെൻഡസ് സെൻസ് ഓഫ് പ്രസൻസ് അവിടെ ഇരിക്കുന്നത് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. നല്ല രീതിയിലാണ് പറയുന്നത്, പോസിറ്റീവായിട്ടാണ്. ഐ ഹാവ് ബീൻ ഇൻ മെനി കാത്തഡ്രൽ സിൻസ്. ഇപ്പൊ ഒരു ചർച്ചിൽ പോയ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ ഇൻ മെനി കാത്തഡ്രൽസ് സിൻസ് ആൻഡ് ഹാവ് നെവർ എക്സ്പീരിയൻസ് എനിത്തിങ് ലൈക്ക് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, കുറെ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇതേപോലെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഫോർ എ ബ്രീഫ് മൊമെന്റ് I had needed and wanted God.
കുറച്ചു നേരത്തേക്ക് എനിക്ക് ദൈവത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് അത്യാവശ്യമായിരുന്നു എന്നുള്ളൊരു തോന്നലെ കുറിച്ച് പറയാണ്. There had been a humble willingness to have him with me. ഒരു ആഗ്രഹം, ദൈവത്തിന്റെ കൂടെ ഉണ്ടാവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായ ഒരു കാര്യം. ആൻഡ് ഹി കെയിം. ആഗ്രഹം ഉണ്ടായപ്പോ അദ്ദേഹം വന്നു. ഇൻ ദാറ്റ് മോമെന്റ് Bill knew that everything was all right and as it should be. അപ്പൊ ഇതിനെയാണ് ഒരു വലിയൊരു സംഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നിയതായിട്ട് പറയുന്നത്. എല്ലാം ശരിയാവുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നും തോന്നി. Benumbed and slightly dazed by his experience, he found his way outside to the churchyard. വല്ലാതെ അത്ഭുതത്തോടു കൂടിയുള്ള ഈ ഒരു അനുഭവത്തിന് ശേഷം പുറത്തേക്ക് വന്നു. ചർച്ച്യാർഡിന്റെ പുറത്തേക്ക് വന്നു. There, a familiar name carved on an old headstone caught his eye. അവിടെ ഒരു കല്ലിൽ കൊത്തിവെക്കപ്പെട്ടത് കണ്ടു. തോമസ് ടി, ഡെഡ് അറ്റ് ഏജ് 26. 26 വയസ്സിൽ മരിച്ച തോമസ് ടിയുടെ ഒരു കാര്യം അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. One letter in the last name was different. Still, here could be an ancestor of Bill's good school friend Abby T. One letter in the last name was different. Thomas T. About one letter in the last name was different. Still, here could be an ancestor of Bill's good school friend Abby T. എബി താച്ചറിനെയാണ് പറയുന്നത് തോന്നുന്നു. എബി താച്ചറിന്റെ ഒരു പൂർവീകം ആയിരിക്കും ഇത് എന്ന് അദ്ദേഹത്തിന് തോന്നി. Bill read with amusement the doggerel that was Tom's epitaph. This is his memory of how it went. അത് വായിച്ചു. Bill read the amusement with the doggerel that was Thomas epitaph. അദ്ദേഹത്തിന്റെ തോമസിന്റെ ആ ഒരു കാര്യം എന്താണെന്ന് വായിച്ചു. Here lies a Hampshire grenadier who caught his death drinking cold small beer. A good soldier is never forgot. Whether he died by musket or by pot. അദ്ദേഹത്തിന്റെ മരിച്ച സ്ഥലത്ത് കണ്ട ഒരു ഇതാണ്. Here lies a Hampshire grenadier. അത് തോന്നുന്നു മിലിറ്ററി വാക്കാന്ന് തോന്നുന്നു. Who caught his death. അദ്ദേഹം മരണപ്പെട്ടു, ബിയർ കുടിച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. നല്ലൊരു സോൾജർ ആയിരുന്നു, ഒരിക്കലും മറക്കപ്പെടാത്ത ഒരു സോൾജർ ആയിരുന്നു. Whether he died by musket or by pot. എങ്ങനെ മരിച്ചു എന്നുള്ളത് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ, ബിയർ കുടിച്ചു മരിച്ചു എന്നുള്ളതാണ്. Soon afterward, Bill was sent to France. അതിനുശേഷം ബില്ലിനെ അവിടുന്ന് ഫ്രാൻസിലേക്ക് അയച്ചു. Where he at last saw the devastation of war. യുദ്ധത്തിന്റെ വളരെ മോശമായ ഒരു അവസ്ഥയെ കണ്ടു. There too he discovered that French wine could produce the same effects as New Bedford liquor. New Bedford liquor നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം മദ്യപിച്ച അവിടെ കിട്ടിയ മദ്യവും ഫ്രാൻസിൽ കിട്ടിയ മദ്യവും ഒരേ എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. Or the brandy he had been introduced to aboard ship. കപ്പലിൽ ഉണ്ടായിരുന്ന ബ്രാൻഡിയും എല്ലാം ഒന്ന് തന്നെ ഉള്ള ഒരു അവസ്ഥ കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. In those closing months of 1918, the war was winding down rapidly, and Bill's artillery unit was settled in a small mountains town, far from the front. The only time he and his fellow artillerymen ran into actual danger was during a practice of firing session. അവിടെയുള്ള യുദ്ധത്തെ കുറിച്ച് പറയുകയാണ്. 1918 closing months, war was winding rapidly, and Bill's artillery unit was settled. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ ആർട്ടിലറി യൂണിറ്റ്, ഈ യുദ്ധത്തിന്റെ ഈ ഉപയോഗിക്കുന്ന സാധനം, അത് ഒരു 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 മലമ്പ്രദേശത്ത് ആയിരുന്നു. യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്തായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു മിലിറ്ററിക്കാർക്കും ഒരു അപകടത്തിൽ പെടേണ്ട ഒരു അവസ്ഥയെത്തി. ഈ വെടിവെപ്പ് ഉണ്ടാവുന്ന സമയത്ത് their battalion had placed its guns in positions and dug into a bank. ഒരു യുദ്ധത്തിന് റെഡിയായി തോക്കുകളെല്ലാം ആയിട്ട്. They were then supposed to practice firing over a low hilltop and into the countryside beyond. അവിടുന്ന് എങ്ങോട്ടാണ് വെടിവെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒരു മലമുകളിലായിരുന്നു, അവിടുന്ന് ഒരു നാടിന്റെ ഭാഗത്തേക്ക് വെടിവെക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. The target was a piece of canvas that had been set up about 9 miles away. Bill was sent to observe the results of the practice. He and his men took up positions in a slit trench about 300 yards from the target, using a periscope to observe the operation from distance. അതായത് ഈ വെടിവെപ്പിന്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു അത്. അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം, അതിന്റെ ഡീറ്റെയിൽസിനൊക്കെ പറയണം. The number one gun fired and the shell came down practically on the mark. Bill was elated and congratulated the group on their skill. But when the number 4 gun was fired, he suddenly found the earth opening up around him and tons of dirt blown all over us. Crawling through the dirt, he discovered that the gun had been trained directly on him and his team. It was only a miracle that had saved him. ആദ്യം ഒരു ഈ ഫയർ ചെയ്തപ്പോ അത് ശരിയായ സ്ഥലത്ത് ഈ ടാർഗറ്റിൽ കൊണ്ടുവെങ്കിലും ആ സമയത്ത് ബില്ലിന് വല്ലാത്തൊരു ഉത്തേജകം ഉണ്ടായി. കൺഗ്രാജുലേറ്റഡ് ദ ഗ്രൂപ്പ് ഓൺ സ്കിൽ, കഴിവിനെ കുറിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. ബട്ട് നാലാമത്തെ വെടി വെട്ടുമ്പോൾ അത് വേറെ രീതിയിലുള്ള ഒരു അപകട സാധ്യതയിലേക്കാണ് കൊണ്ടുപോയത്. The gun had been trained directly on him and his team. It was only a miracle. ഒരു അപകടാവസ്ഥയിൽ നിന്ന് അവർ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. Bill was still in that mountain town on the day the armistice was signed. He was kept in France until spring. അവിടെ തന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രാൻസിൽ തന്നെ ഉണ്ടായിരുന്നു. സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു കാലാവസ്ഥയാണ്. And was just developing a taste for French wine when he was finally shipped home to be separated from the service. അപ്പോഴാണ് ഫ്രഞ്ചിലെ വൈനിന്റെ ഒരു ടേസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴാണെന്ന് അവിടുന്ന് തിരിച്ചയച്ചു, ഈ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് തിരിച്ചയച്ചു. Like all returning vets, I ran into a few difficulties, he later recalled. ഈ തിരിച്ചു വരുന്ന മറ്റുള്ളവരെ പോലെ, വെറ്റ്സിനെ പോലെ, വെറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വെറ്ററൻസ് ആയിരിക്കും, അറിയില്ല. ഇദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുകളുണ്ടായി, അവർക്കുണ്ടായ പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അത് പിന്നീട് മൂപ്പര് പറയണം. Unlike most of them, I was heading toward a destiny that lay in directions I could not conceivably have anticipated when I stepped off that ship into the New Jersey shore and into the waiting embrace of my lovely wife. മറ്റുള്ളവരെ പോലെ അല്ലാതെ ഞാൻ ഒരു ഉദ്ദേശ സ്ഥലത്തേക്ക് പോവാണ്. That lay in directions I could not conceivably have, and അത് ആ ഉദ്ദേശം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ഉദ്ദേശമായിരുന്നു. അപ്പോഴാണ്
ഇദ്ദേഹം ഈ കപ്പലിൽ നിന്ന് ന്യൂജേഴ്സി ഷോറിൽ വന്ന് ഇറങ്ങുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കാത്തു ഇരിക്കുന്നുണ്ടായിരുന്നു. വെയിറ്റിംഗ് എംബ്രേസ് ഓഫ് മൈ ലവ്ലി വൈഫ്. ഭാര്യ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനായി കാത്തു നിൽക്കുന്ന ആ ഒരു സമയത്ത് ആണ് ഈ ഒരു അദ്ദേഹത്തിന് തോന്നിയത്. അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദം, മറ്റുള്ളവരെ പോലെ ഹെഡിങ് ടുവേർഡ് എ ഡെസ്റ്റിനി, ഒരു ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ, ഒരു ഇതിലേക്ക് പോവാണ്. എന്താണ്? എല്ലാ ഭാഗത്തും കൂടെ, എല്ലാ ദിശകളിലും ആയിരുന്നു. ഐ കുഡ് നോട്ട് കൺസീവ്ലി ഹാവ് ആന്റിസിപ്പേറ്റഡ്. അത് ഒരിക്കലും മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. സ്റ്റെപ്ഡ് ഓഫ് ദാറ്റ് ഷിപ്പ്. ആ കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരിക്കലും മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അവിടെ ഭാര്യ അദ്ദേഹത്തെ കാത്തിരുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, 3ാമത്തെ ചാപ്റ്റർ ആണ്. നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ്